ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പോയ പിങ്കിയെ കൊണ്ടുവരാൻ ഇനി ആര് പോകും എന്നുള്ളതായി ചോദ്യം. അപ്പോൾ ലക്ഷ്മി അത് ഏറ്റെടുത്തു, ഞാൻ പോയിക്കോളാമെന്നും പറഞ്ഞു. അപ്പോഴേക്കും അവിടെ വല്യമ്മ ഇരുന്ന് തലയാട്ട് തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു, വേണ്ട അമ്മ അങ്ങനെ പോയൊന്ന് നാണം കെടണ്ട എന്ന് പറഞ്ഞു. ഞാൻ പോയി പിങ്കിയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്യമ്മയും മോഹിനിയും. അതെങ്ങനെയാ എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ ചോദിച്ചപ്പം, നിങ്ങളുടെ ആരുടെയും അനുവാദം ഇല്ലാതെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ നന്ദേ ഈ വീട്ടിലേക്ക്, അതുപോലെ തന്നെ ഇത് ഞാൻ ചെയ്തോളാമെന്നും ഗൗതം പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇതെന്ത് ഈ പറയണേന്ന് ഓർത്ത് എല്ലാവരും ഇങ്ങനെ നോക്കുവാട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണെന്നും പറഞ്ഞു. വല്യമ്മയ്ക്ക് അതൊക്കെ സന്തോഷമായി. നന്ദ കാരണം പിങ്കിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നോളാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എന്നും പറഞ്ഞിരിക്കുക മാഹി. വല്യമ്മേ ഞാൻ പൊക്കോളാം. വേണ്ട നീ പോകണ്ട എന്ന് പറഞ്ഞു വല്യമ്മ. അപ്പം ഞാൻ പോയി പിങ്കിയോട് മാപ്പ് അപേക്ഷിച്ചോളാം, പോയി ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി തലയാട്ടി. പക്ഷെ മോഹിനിക്കൊക്കെ അതൊന്നും സന്തോഷമായിട്ടോ. എന്തായാലും നമ്മുടെ ഗൗതം അങ്ങ് പോവുകയാണ്. ഈ സമയം കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ റൂമിൽ ആരോടും മിണ്ടാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും അച്ഛനും അമ്മയും പിങ്കിയെ വന്ന് നോക്കുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മകളെ ചെന്ന് സമാധാനിപ്പിക്കുക. പപ്പയും അമ്മയും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വന്ന് മോളോട് പറയണം. അർജുൻ മടങ്ങി വന്നിട്ട് മോൾ ഇനി ഇന്ത്യവരത്തിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ള കാര്യമാണ് പപ്പയും അമ്മയും കൂടെ പറയുന്നത്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു മടങ്ങിപ്പോക്കാണ് അർജുൻ്റേതെങ്കിൽ മോൾ ഇനി ആ വീട്ടിലേക്ക് മടങ്ങി പോകണ്ടെന്നും പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതിൻ്റെ ആ ഒരു ദുഃഖം ഞങ്ങളെ മരണം വരെ വേട്ടയാടും, ആ കുറ്റബോധം ഞങ്ങളിൽ നിന്ന് മാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത് നിങ്ങളാരും അല്ല പപ്പ, എന്നെ മോഹിപ്പിച്ച് ചതിച്ചത് ഗൗതമാണെന്നുള്ള കാര്യം പറയുവാണ് പിങ്കി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കിയിരിക്കുക. ഒടുവിൽ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് വാക്കു തന്നും അയാൾ എന്നെ വഞ്ചിച്ചു. എന്നോട് തെറ്റ് ചെയ്തതും വിശ്വാസവഞ്ചന കാണിച്ചതും ഗൗതമാണെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, മോളെ വാക്കു മാറുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ആ വാക്കിനെ വിശ്വസിച്ച് ഇപ്പോഴും കാത്തിരിക്കുന്ന നിന്റെ പ്രവർത്തികളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞു. നിന്നെ വഞ്ചിച്ചവനെ മോള് പിന്നെ എന്തിനാ ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലേ അവൻ്റെ ഭാര്യയുടെ കുത്തുവാക്കുകൾ കേട്ട് നിനക്ക് കണ്ണുനീരൊഴുക്കേണ്ടി വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴും, നന്ദയുടെ കുത്തുവാക്കുകളൊന്നും അല്ല മമ്മി എൻ്റെ ഹൃദയത്തെ കുത്തി വേദനിപ്പിക്കുന്നത്. അവൾക്കൊപ്പം ചേർന്ന് ഗൗതം എന്നെ കുറ്റപ്പെടുത്തുമ്പോഴാണ്, എന്നെ അവഗണിക്കുമ്പോഴാണ് എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകളും മമ്മിയോടും ഡാഡിയോടും പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുമല്ലേ. എനിക്കതൊന്നും താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാനും കഴിയുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ, മോളെ നീ ഇനി അവനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യരുത്, നീ അവനെ മറന്നു കളഞ്ഞേക്ക് മോളെ എന്നൊക്കെ പപ്പ ഇങ്ങനെ പറയുമ്പോൾ അതിനൊന്നും പറ്റത്തില്ലാത്ത രീതിയിൽ നമ്മുടെ പിങ്കി ഇങ്ങനെ ഇരിക്കാം. വലിയൊരു കെണിയിൽ നിന്ന് എൻ്റെ മോള് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി എന്നൊക്കെ അങ്ങനെയൊക്കെ പപ്പ പറയുമ്പോൾ, നിനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ, അത് നിനക്ക് തുടർന്ന് പഠിക്കാം, പിന്നെ ജോലിക്ക് പോകാനാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് ജോലിക്കും പോകാം, പിന്നെന്താണെന്ന് മമ്മി എന്തായാലും ചോദിക്കാം. അങ്ങനെ മോളെ എല്ലാ രീതിയിലും പോസിറ്റീവായി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഇവർ. നിൻ്റെ പപ്പായും അമ്മായും എന്തിനും ഏതിനും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, ഇനിയും ഉണ്ടാകും, നീ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പിങ്കിയെ ചേർത്ത് നിർത്തുന്നു. അങ്ങനെ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് നമ്മുടെ പിങ്കി ഭയങ്കര കരച്ചില. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പിങ്കിയുടെ നമ്പറിലേക്ക് നമ്മുടെ പിങ്കിയുടെ നമ്പറിലേക്ക് ഗൗതം വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് പിങ്കി, മനസ്സിന് കുറച്ചൊക്കെ ആശ്വാസമായോ, അല്ലെങ്കിൽ മനസ്സ് കുറേയൊക്കെ തണുത്തോന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ മനസ്സിനി എങ്ങനെ തണുക്കാനാ ഗൗതം, അന്ന് എൻ്റെ മനസ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അന്ന് രാമേശ്വരത്ത് വെച്ച് നിങ്ങൾ എന്നോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സ് തണുത്തുറഞ്ഞു മരവിച്ചു പോയ മനസ്സാണെന്ന് പറയുമ്പോൾ, സോറി, അതിനെപ്പറ്റി ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ഒന്നും അല്ല ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ, പിന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. നന്ദയുമായുണ്ടായ സംസാരം പിങ്കി എത്രമാത്രം ഹേർട്ട് ചെയ്തു എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാൻ അത്രയും വിചാരിച്ചില്ല, സോറി പിങ്കി, ക്ഷമിക്കണമെന്നും പറഞ്ഞ് നന്ദ നിൻ്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ശരിക്കും സോറി എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ മാത്രമല്ലല്ലോ, ഓരോ നിമിഷവും നിങ്ങളും നന്ദയും കൂടെ ചേർന്ന് എൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടി നീ നന്ദയോട് ക്ഷമിക്കാൻ പറഞ്ഞു. നന്ദയോട് ഞാനെന്തിനു ക്ഷമിക്കണം, അവളെന്നെ ലിസ്റ്റിലേ ഇല്ല, പിന്നെ ഞാനെന്തിനാ ക്ഷമിക്കണം. എനിക്ക് വാക്ക് തന്ന് വഞ്ചിച്ച നിങ്ങളോട് ഞാൻ ക്ഷമിക്കാത്തിടത്തോളം അവളെ ഞാൻ ഗൗനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഗൗതം. അതിൻ്റെ ആവശ്യമുണ്ടോ ഗൗതം? നിങ്ങൾ എനിക്ക് തന്ന വാക്കു പാലിച്ച് നിങ്ങളാദ്യം എന്നോട് ക്ഷമ ചോദിക്കുക, അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പിങ്കി പറയുമ്പോൾ, പിങ്കി നീ ഇതിൽ നിന്നൊക്കെ ഒന്ന് റിലീഫ് ആവണം, എന്നിട്ട് ഇവിടേക്ക് നല്ല കുട്ടിയായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. പ്ലീസ് പിങ്കി, ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞപ്പോൾ, ഇല്ല ഗൗതം, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല, നിങ്ങൾക്കിനി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പിങ്കി പ്ലീസ്,
സോറി ഗൗതം, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തപ്പോൾ ഗൗതവും ആകെ കൺട്രോൾ വിട്ടുപോയി. ഇതിനിപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ എങ്ങനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരിതിൽ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനെ സംഭവിക്കുമ്പോൾ പിങ്കി അന്ന് ഇവർ തമ്മിൽ രാമേശ്വരത്ത് വെച്ചുണ്ടായിരുന്ന ആ ഒരു പ്രണയവും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പിങ്കിയുടെ മനസ്സിൽ നിറഞ്ഞു തൊടുമ്പി നിൽക്കുകയാണ് ഗൗതം. പറഞ്ഞു തീർന്നില്ല, അതിന് മുൻപ് തന്നെ ദേ നമ്മുടെ ഗൗതം വീട്ടിലേക്ക് എത്തി. ഗൗതത്തെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ അമ്പരപ്പോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും പപ്പയും മമ്മിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിങ്കി എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ, ഓ ഗൗതം വന്നോ? ഗൗതം വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഗൗതം, പക്ഷേ പിങ്കിയെ വിടാൻ താല്പര്യമില്ല, വിടില്ല എന്ന് തന്നെ പപ്പ പറഞ്ഞു. അങ്ങോട്ട് വരുന്നില്ലെന്നാണ് പിങ്കിയുടെ തീരുമാനമെന്നും പപ്പ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേരൻസിൻ്റെ തീരുമാനവും പിങ്കിയുടെ തീരുമാനവും ഇത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ, പിങ്കി അവിടെയല്ലേ നിൽക്കേണ്ടത്, ഭർത്താവിൻ്റെ വീട്ടിലല്ലേ എന്ന് ഗൗതം ഇവരോട് ചോദിക്കുക. അത് കേട്ടപ്പോഴേക്കും പിങ്കി ഇങ്ങനെ ഒന്നും അല്ലാതെ നിന്നു. ഇപ്പോൾ അങ്ങനെ ഒരാൾ എനിക്ക് ആ വീട്ടിലില്ലല്ലോ ഗൗതം, അവിടെ ഇനി എനിക്ക് എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് പിങ്കി ഗൗതത്തോട് ചോദിച്ചു. ആ വീട് ഞാൻ വിട്ടു എന്നും പറഞ്ഞു. അവിടെയുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വിട്ടു എന്ന് പറയുമ്പോൾ, പിങ്കി പ്ലീസ്, അർജുൻ തീർച്ചയായും തിരിച്ചു വരും. അർജുൻ ഇപ്പോൾ അവിടെ ഇല്ലെങ്കിലും ആ വലിയ ബന്ധം അത് നിലനിൽക്കുകയാണെന്ന് പറഞ്ഞു. താലിയുടെ ബന്ധം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പിങ്കിയോട് പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ ഒന്നും അല്ലാതെ നിൽക്കുന്നു. ദേ അർജുൻ്റെ മടങ്ങിവരവിന് വേണ്ടി ആ വീട്ടിൽ പിങ്കി കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞപ്പോൾ, കാത്തിരിക്കുമായിരുന്നു, ഞാൻ ആഗ്രഹിച്ച ഒന്നിനു വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. ആ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് നമ്മുടെ പിങ്കി തറപ്പിച്ച് പറയുക. ഇനിയും നിങ്ങളുടെ ഭാര്യയുടെ കുത്തുവാക്കുകൾ സഹിച്ച് ആ വീട്ടിൽ കാത്തിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഗൗതം എന്ന് പിങ്കി പറയുമ്പോൾ, നന്ദയുടെ വാക്കുകൾ പിങ്കിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, അതിനൊരു 1000 വട്ടം ഞാൻ മാപ്പ് ചോദിക്കുന്നെന്ന് പറയുമ്പോൾ, ഓ അത് ശരി, അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു പിങ്കി. നിന്നെ വേദനിപ്പിച്ചതിൽ അവൾക്കും കുറ്റബോധമുണ്ട്. അവളുടെ ഭാഗത്തു നിന്ന് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്ന് പറഞ്ഞപ്പോൾ, അവളുടെ തെറ്റുകളുടെ കോൺട്രാക്റ്റ് ഗൗതം എന്താ ഏറ്റെടുത്തിരിക്കുകയാണോ? അവളെ കൊണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്യിക്കാനും അവൾക്ക് വേണ്ടി എന്നോട് മാപ്പ് പറയാനും നാണമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതത്തിൻ്റെ ഭാര്യയുടെ മോശം പെരുമാറ്റം ഞങ്ങളുടെ മോൾ എന്തിനു സഹിക്കണം എന്ന് അമ്മ ഗൗതത്തിനോട് ചോദിക്കുക. ഞങ്ങളുടെ മോളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചയച്ചത് ആ പെണ്ണിൻ്റെ അപമാനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് നന്ദയെ കുറ്റപ്പെടുത്തുക. അപ്പോൾ പിങ്കി പറഞ്ഞതൊന്നും പ്രശ്നമല്ല, അതൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ. അർജുൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം പിങ്കി ഇനിയിപ്പോൾ അങ്ങോട്ട് വരണോ വേണ്ടയോ എന്നുള്ളത്, അല്ലാതെ പിങ്കിയെ വിടില്ല എന്ന് മമ്മിയും പറഞ്ഞു. അപ്പോൾ ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് ഗൗതം ആവർത്തിച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവില്ല, എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ വരില്ല, എന്നെ അപമാനിച്ച ആ വീട്ടിലേക്ക് ഞാൻ വരില്ലെന്ന് തന്നെ പിങ്കി തറപ്പിച്ച് പറഞ്ഞു. അപ്പോഴേക്കും പപ്പ പറഞ്ഞു, എൻ്റെ മോളുടെ അഭിമാനത്തിന് കോട്ടം തട്ടി ആ വീട്ടിലേക്ക് എൻ്റെ മോളെ ഞാൻ വിടില്ലെന്ന്. പിന്നെ എൻ്റെ മോൾക്ക് അതുപോലൊരു അപമാനം ആ വീട്ടിൽ നിന്നുണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഗൗതത്തിനൊപ്പം എൻ്റെ മോളെ പറഞ്ഞു വിട്ടേനെ. ഇനി എനിക്കതിന് പറ്റില്ല, ഞാൻ വിടില്ല എന്ന് പപ്പയും പറഞ്ഞു. ഇതൊക്കെ കേട്ട് പാവം ഗൗതവും ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുക. എന്തായാലും ഞങ്ങൾ ഓമനിച്ച് വളർത്തിയ ഞങ്ങളുടെ സ്നേഹത്തെ കണ്ണുനീര് കുടിപ്പിക്കാനായി ഞങ്ങൾ എന്തിനു വീണ്ടും അവളെ അങ്ങോട്ടേക്ക് അയക്കണം എന്നും ആ അച്ഛൻ ചോദിച്ചപ്പോൾ, ശരി അങ്കിൾ, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഇനിയും കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് പോവുക. ആ വീടും ആ ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് നന്ദയെ പറ്റി ഇനി ഒന്നും സംസാരിക്കേണ്ട. അവളെ വെറുതെ വിട്ടേക്കാൻ പോകുന്നതിന് മുന്നേ നന്ദയെ കുറ്റപ്പെടുത്തിയ പിങ്കിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് നമ്മുടെ ഗൗതം ഇറങ്ങുന്നത്. തൻ്റെ ഭാര്യയെ തൊട്ട് കളിച്ച പിങ്കിക്ക് തക്ക തിരിച്ചടി കൊടുത്തിട്ടാണ് നമ്മുടെ ഗൗതം അങ്ങ് പോകുന്നത്. അങ്ങനെ അതും പറഞ്ഞിട്ട് പോയ ഗൗതത്തെ കണ്ടപ്പോഴത്തേക്കും പിങ്കിക്ക് പിന്നെയും വൈരാഗ്യബുദ്ധി അങ്ങ് കൂടി. പിങ്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഇന്ത്യവരത്തിൽ മോഹിനിയും അരുന്ധതിയും കൂടി അവിടെ നിന്ന് സംസാരിക്കുക. അതായത് നന്ദ കാരണമാണല്ലോ പിങ്കി വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അപ്പോൾ പോയ പിങ്കിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു മര്യാദയും മനസാക്ഷിയും നന്ദ കാണിക്കേണ്ടതെന്ന്. അപ്പം നമ്മളെ ഓരോരുത്തരെയും ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് അവൾക്ക് ഇവിടെ മഹാറാണിയായിട്ട് വാഴാനായിരിക്കും പൂതിയെന്ന് പറഞ്ഞ് മോഹിനി നിന്ന് പറയുന്നു. ഇതൊക്കെ ലക്ഷ്മിയും പവിത്രയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാ മോഹിനി അവളെ മാത്രം പറയുന്നത്? സ്ക്രൂ വെച്ച് കൊടുക്കാൻ അമ്മായിയമ്മയുണ്ടല്ലോ, എന്തിനും ഏതിനും തയ്യാറായിട്ട് കൂടെ എന്നും പറഞ്ഞ് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുക അരുന്ധതി. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നു. അത് ഏട്ടത്തി, ഒളിച്ചും പാത്തും പിങ്കിയെ പോയി കണ്ട് സ്ക്രൂ വെക്കുന്നതും വേണ്ടാതീനം പറഞ്ഞുകൊടുത്ത് അവളെ വഴിതെറ്റിക്കുന്നതും ഒക്കെ ഇവിടെ വേറെ ചിലരാണെന്ന് ലക്ഷ്മി അരുന്ധതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് മോഹിനി ഉദ്ദേശിച്ച് തന്നെയാണ്. എല്ലാവരും അവരെ പോലെയാണെന്ന് നീ ധരിക്കല്ലേ മോഹിനി എന്ന് പറഞ്ഞപ്പോൾ, ഓ അത് ശരി, അപ്പം നമ്മുടെ വീട്ടിലെ സ്ക്രൂവിന് ഇപ്പം നല്ല ചിലവല്ലേ എന്ന് പവിത്ര. അത് കേട്ടപ്പോൾ അരുന്ധതി അങ്ങനെ, ഞാൻ വല്ലപ്പോഴും ഒന്ന് പിങ്കിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് പോകുന്നതാണോ ലക്ഷ്മിക്ക് ഇത്ര വലിയ കുറ്റം? അതാണല്ലേ തീരെ പിടിക്കാത്തത്. അപ്പോൾ ആരുടെ കാര്യം പറഞ്ഞാ ഏട്ടത്തി അവളെ സമാധാനിപ്പിക്കുന്നത്? അർജുൻ്റെയോ അതോ ഗൗതത്തിൻ്റെ കാര്യം പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ, ഓ നിർത്ത് ലക്ഷ്മി, എത്ര ദൂഷിച്ച മനസ്സാ നിൻ്റെ?
ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ, തോന്നുന്നുണ്ടല്ലോ. ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം പിങ്കിയെ. അവളെ ഈ വീട്ടിലെ വാഴേണ്ടവളാ, ഈ വീട്ടിൽ അർജുൻ്റെ ഭാര്യ. അവൾ കഴിഞ്ഞ് ഈ വീട്ടിൽ മറ്റാർക്കും സ്ഥാനമുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിക്കാം. ഏതായാലും പിങ്കി എന്ന് പറയുന്ന ആള് ഒരു ദിവസം പൊട്ടിമുളച്ച് ആരോരും ഇല്ലാതെ വലതുകാല് വെച്ച് കയറി വന്നതുപോലെയല്ല. അവളെ അന്തസ്സുള്ള കുടുംബത്തിലുള്ളവളാ, ചോദിക്കാനും പറയാനും ആൾക്കാരുള്ളവളാ. അല്ലാതെ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നവളെ പോലെ അല്ല. അതിൻ്റെതായ മാന്യതയും സ്നേഹവും പിങ്കിക്ക് ഈ കുടുംബത്തിലുണ്ടാകും, പിങ്കിക്കേ ഉണ്ടാവൂ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുന്നു, അതും പവിത്രയോട്. അപ്പോൾ പവിത്രയ്ക്കും ഒന്നും ആ സ്ഥാനം ഇല്ല എന്നാണ് അതിൻ്റെ ധ്വനി. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞു. പിങ്കിയെ വിളിച്ചുകൊണ്ട് വരാൻ ആരും പോകാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വരും നാളെ തന്നെയെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി വലിയ ചലഞ്ച് ഏറ്റെടുക്കുന്നു. അപ്പം ഞാൻ പിങ്കിയെ തിരിച്ചുകൂടി എത്തിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു. നീ നോക്കിക്കോ ലക്ഷ്മി, നിന്റെ മരുമകളുടെ കൊമ്പും കുഴലും എല്ലാം പിങ്കിയെ കൊണ്ട് ഞാൻ ഊരി എടുപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ വെല്ലുവിളിക്കുവാണ് അരുന്ധതി. അതും പറഞ്ഞ് അങ്ങ് പോയി അരുന്ധതി. അതേസമയം നമ്മുടെ ലക്ഷ്മി ആകെ വിഷമിച്ച് ടെൻഷനായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ വീട് ശരിക്കും ഒരു യുദ്ധക്കളമായെന്ന് തന്നെ പറയാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ്. പിങ്കി ഇങ്ങനെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ആപ്പിളൊക്കെ ചെത്തി മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നന്ദയും ആൻറ്റിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ നന്ദ അങ്ങോട്ടേക്ക് ചെന്ന് കയറിയപ്പോഴേക്കും പിങ്കിയുടെ കൈ അങ്ങ് മുറിഞ്ഞു. അപ്പോഴേക്കും ഓടി ചെന്ന് പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് കയറി കയ്യിലേക്ക് അങ്ങ് പിടിച്ചിട്ട് സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ. പിങ്കി ഇങ്ങനെ നോക്കുക, ഇതെന്താ പിങ്കി എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം കണ്ട് ഈ പിങ്കിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരിക. ഓ നാശങ്ങൾ വന്ന് കയറിയപ്പോഴേ എൻ്റെ കുഞ്ഞിൻ്റെ കൈ മുറിച്ചു എന്നും പറഞ്ഞുകൊണ്ടാട്ടോ ഇവർ പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ പിങ്കി മോളുടെ ചോര കണ്ടെന്നും പറഞ്ഞു. ഓ നല്ല ഐശ്വര്യമാണെന്നും പറഞ്ഞ് നന്ദയെ കുറ്റപ്പെടുത്തുക. അപ്പോൾ ആൻറ്റിയും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ നന്ദ, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. പിങ്കി ചോദിച്ചു. ഗൗതം പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ എന്നിങ്ങനെ അമ്മ ചോദിച്ചപ്പോൾ അയ്യോ അല്ല കേട്ടോ, നന്ദമോള് ആരോടും പറയാതെ സ്വമേധയാ വന്നതാണെന്ന് പറഞ്ഞു ആൻറ്റി. അപ്പം ഞാൻ സംസാരിക്കാം ആൻറ്റി. അതെ പിങ്കിയുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് നന്ദ പിങ്കിയോട് പറയാം. ശരിക്കും സോറി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴും പിങ്കിക്ക് വലിയ കൂസലൊന്നുമില്ല, തലയും ഇതാക്കി ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ നന്ദ പറയാം. പിങ്കിയോട് മാപ്പ് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞാനെന്ന് പറഞ്ഞപ്പോഴും പിങ്കിക്ക് കൂസലൊന്നുമില്ല. പപ്പയും മമ്മി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾക്കും ഞങ്ങൾക്കും പറയാനുള്ളതൊക്കെ ഗൗതത്തിനോട് പറഞ്ഞിട്ടുണ്ട് കുട്ടി എന്ന് പപ്പ അന്നേരം നന്ദയോട് പറയുക. ഇത് കേട്ട് നന്ദ ഇവരെ ഇങ്ങനെ മാറി മാറി നോക്കുന്നു. ഇക്കാര്യം പറയാനാണെങ്കിൽ കുട്ടി ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, ഇങ്ങോട്ട് വരണമെന്നില്ലെന്നും പറഞ്ഞു. എന്തു വന്നാലും ശരി പിങ്കി മോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ല എന്ന് തറപ്പിച്ച് ഇവർ പറയുവാണ്. അതായത് അമ്മയും അച്ഛനും കൂടെ നന്ദയോട് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ആകെ വിഷമായി. ഓടിച്ചെന്ന് പപ്പയുടെ കാല് പിടിച്ചിട്ട് പിങ്കിയുടെ അച്ഛാ ഞാൻ കാല് പിടിക്കാം, പിങ്കിയെ ഞങ്ങൾക്കൊപ്പം അങ്ങോട്ടേക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ എന്താ കുട്ടി ഈ കാണിക്കുന്നത്, കുട്ടി എന്തൊക്കെയാ ഈ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു. ഇതൊക്കെ കണ്ട് പിങ്കി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഇവിടെ എന്നെ നീ കാണിക്കുന്നതെന്നുള്ളൊരിതിൽ നന്ദയുടെ ആത്മാർത്ഥത കണ്ടിട്ട് ആ ഒരു വിഷമത്തിൽ നമ്മുടെ ആൻറ്റി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പ്ലീസ് പിങ്കിയുടെ അച്ഛാ പ്ലീസ് എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട്. നീ എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും ഞാൻ ആ വീട്ടിലേക്ക് വരില്ല നന്ദ എന്നും പിങ്കി നന്ദയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഇവിടെ നിൽക്കില്ലെന്ന്. അതിനുശേഷം പിങ്കിയോട് വീണ്ടും കാല് പിടിക്കാനായിട്ട് തന്നെ നിൽക്കുക നമ്മുടെ നന്ദ. ഈ സമയത്താണ് കേട്ടോ അവിടെ ഗൗതം വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഗൗതം വീട്ടിലേക്ക് വന്നപ്പോൾ ലക്ഷ്മി അവിടെ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്ദയെ കണ്ടില്ല വന്ന് കയറിയപ്പോൾ. വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ നന്ദ എന്ത് ചെയ്യുന്നു? നന്ദ റൂമിലുണ്ടായിരുന്നല്ലോ, അവൾ നിങ്ങളുടെ മുറിയിൽ ഇല്ലേന്ന് ചോദിച്ചു അമ്മ. ഇല്ല, ഞാൻ ഉണരും മുൻപേ അവൾ പുറത്തേക്ക് പോയതാണല്ലോ, ഇങ്ങോട്ട് വന്നില്ലേന്ന് ചോദിച്ചു. രാവിലെ ഞാൻ മിന്നായം പോലെ അവളെ ഒന്ന് കണ്ടിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നതേ ഇല്ലല്ലോ എന്ന് ലക്ഷ്മി പറയുമ്പോഴും ഒന്നും പറഞ്ഞ് നിൽക്കുക ഗൗതം. മോനെ നീ ടെൻഷനാവൊന്നും വേണ്ട, ചിലപ്പോൾ രാധികയുടെ മുറിയിലോ മറ്റും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഏയ് ഞാൻ അവിടെയൊക്കെ പോയി നോക്കിയിട്ടാണ് വന്നത്, അവിടെയൊന്നും ഇല്ല എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അല്ല രാധികയും അവിടെ ഇല്ലേ? അവരെ ഇന്ന് അടുക്കളയിലേക്കൊന്നും കണ്ടില്ലല്ലോ, അതെന്താ കാര്യമെന്ന് ഞാൻ മനസ്സിൽ ഓർക്കുകയും ചെയ്തതാ, എന്താ പറ്റിയ പോലും എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നേ, അവിടെ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ രാധികയും കൂട്ടി അവൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയി കാണുമെന്ന് ഇങ്ങനെ ചോദിച്ചു ലക്ഷ്മി ഗൗതത്തിനോട്. വേഗം തന്നെ ഗൗതം ഫോൺ എടുത്ത് വിളിച്ച് നോക്കുക, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴേക്ക് ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷനായി, എവിടെ പോയി എന്നറിയാത്തത് കൊണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അവളോട് ദേഷ്യ, എങ്ങോട്ടാ എന്തിനാണെന്നൊന്ന് വീട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞിട്ട് പോരെ അവൾക്ക്, പറഞ്ഞിട്ട് പോയാൽ എന്താ അവളോട് തല തെറിക്കുമോ എന്നൊക്കെ ലക്ഷ്മി ചോദിക്കാം. മനഃപൂർവ്വമല്ല, അതിൻ്റെ ഗൗരവം അവൾക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണെന്നും ലക്ഷ്മി പറഞ്ഞു.
വളർന്ന ചുറ്റുപാടിൻ്റെയും ലാളനയുടെയും ഒക്കെ ആയിരിക്കും. എന്തെങ്കിലും ആവട്ടെ. പിന്നെ നീ അവള് വരുമ്പോൾ ഒന്ന് പറഞ്ഞ് തിരുത്തി ഒന്ന് ഉപദേശിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. ഉപദേശമല്ല, ചൂരൽ കൊണ്ട് 2 പെട അവൾക്കോട് കൊടുക്കേണ്ടതെന്ന് ഗൗതം അന്നേരം ലക്ഷ്മിയോട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. അപ്പോഴേക്കും ലക്ഷ്മി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കും. ഇവളിത് എവിടെ പോയി എന്ന് ഓർത്തിട്ടെ. എന്നാൽ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് ഇങ്ങനെ ലക്ഷ്മി അവിടെ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയെയും അതുപോലെ നന്ദയെയുമാണ്. അപ്പോൾ നന്ദ ഇത്രയും പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഇതൊന്നും കേൾക്കാൻ, ഇതൊന്നും മനസ്സിലാക്കാൻ ഈ പിങ്കി തയ്യാറാകുന്നില്ല. അപ്പോഴും നന്ദയെ കുറ്റപ്പെടുത്തുക. നന്ദ, നിന്റെ ഇപ്പോഴത്തെ വരവിൻ്റെ ഉദ്ദേശം പോലും എനിക്കറിയാം. ആ വീട്ടിലുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ടല്ലേ. നീ ഇനി എത്രയൊക്കെ കളികൾ ഇവിടെ വന്ന് കളിച്ചാലും ഞാൻ ആ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന് തന്നെ തർപ്പിച്ചു പറഞ്ഞു പിങ്കി. അപ്പം ഞാൻ എന്തിനത് ആഗ്രഹിക്കണം? ഗൗതം സാറും ഞാനും തമ്മിലുള്ള ഡീൽ പിങ്കിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. പഠിത്തം കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോകും. പിന്നെ എന്തിനാ എനിക്കെന്തിനാ ഇത്രയും അനാവശ്യ ആഗ്രഹങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പം അങ്ങനൊരു വിചാരം മനസ്സിലുണ്ടായിരുന്നെങ്കിലേ അവിടെ വെച്ച് നീ എന്നോട് മോശമായിട്ട് പെരുമാറുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പിങ്കി നന്ദയോട്. അപ്പം നന്ദയൊന്നും മിണ്ടിയില്ല. ഞാൻ ഗൗതത്തിനോട് മിണ്ടുന്നത് പോലും നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലെന്ന് ചോദിച്ചപ്പം അതൊക്കെ തെറ്റായിപ്പോയെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണെന്നും ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് നന്ദ പറയുക. അപ്പോൾ ഉണ്ടാകും നന്ദ, ഞാൻ വീണ്ടും അപമാനിക്കപ്പെടും, എനിക്കത് അറിയാവുന്ന കാര്യം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല പിങ്കി, ഒരിക്കലും ഇല്ല. ഗൗതം സാറുമായിട്ട് പിങ്കി സംസാരിക്കുകയോ സ്നേഹം പങ്കുവെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ശല്യത്തിന് വരില്ല, ഞാൻ അതിൽ ഇടപെടുകയില്ല, ഉറപ്പാണെന്നും പറഞ്ഞ് നന്ദ തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോഴും പിങ്കി തല തിരിച്ച് ഇങ്ങനെ നിൽക്കുക, എനിക്കൊന്നും കേൾക്കണ്ടെന്നുള്ള രീതിയിൽ. പപ്പയും മമ്മിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മുടെ രാധികാന്റി പോലും അമ്പരന്ന് പോയി. പിങ്കി, നീ അവിടെ നിന്ന് പോകുന്നത് എല്ലാവർക്കും വലിയൊരു വേദന ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണം. അവരൊക്കെ പിങ്കിയുടെ മടങ്ങിവരവിനായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ എല്ലാവരും എന്ന് നീ പറയേണ്ടെന്നെന്താ, ഞാൻ ആ വീട് വിട്ടു പോകുന്നത് ആഘോഷമാക്കിയവരും ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നിന്റെ അമ്മായിയമ്മ ലക്ഷ്മിയമ്മ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദയൊന്നും മിണ്ടിയില്ല. നിന്നേക്കാളും പകയാ ആ സ്ത്രീക്ക് എന്നോട്, നിനക്കറിയോ? അപ്പോൾ അല്ല പിങ്കി, ഒരിക്കലും അല്ല. പിങ്കിക്ക് തെറ്റുപറ്റിപ്പോയി. ആ വീട്ടിൽ പിങ്കിയുടെ മടങ്ങി വരവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴും അച്ഛനും അമ്മ ഇങ്ങനെ തലയിൽ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് നുണയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നീ ആര് ഈ പച്ചക്കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? ഗൗതത്തെ കാണുന്നതിന്, അവരെന്നെ അവഹേളിച്ചതിന് കയ്യും കണക്കുമില്ല, നിനക്കറിയാവോന്ന് ചോദിച്ചു പിങ്കി. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു. എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.